ഈ ദിവസം ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്ന് കുറേ നല്ല കാഴ്ചകളും കുറച്ച് സർപ്രൈസും കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഇതുപോലെ നല്ലൊരു സ്ഥലത്ത് വെച്ച് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത്രയ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ ആ ബീച്ചിലേക്കുള്ള വ്യൂ. എത്രയും പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് ആ സ്ഥലം കാണാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേക്കും കട്ട് ചെയ്ത് ആ കത്തി വരെ നക്കി പഠിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ശരിക്കും ഈ സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ശരിക്കും ഈ ബീച്ച് മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാലും അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് കണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോരാട്ടോ. പക്ഷേ ഓടി നടന്ന് കുറേയൊക്കെ ഞാൻ കണ്ടു. പണ്ടേ ഓരോ മലയും കുന്നും കണ്ട എനിക്കതിൻ്റെ മുകളിൽ കയറാതെ ഇറങ്ങി വരല്ലോ ഭയങ്കര മടിയാണ്. അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നവരെ ഞങ്ങൾക്ക് മിസ്സായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് പ്രതീക്ഷിച്ച് ഏതോ വഴിക്കിടയൊക്കെ കയറി ഞങ്ങൾ എവിടെയൊക്കെയോ എത്തി. പക്ഷെ ഞങ്ങൾ അവരെ നോക്കി തിരിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ മിസ്സായേനെ. തിരിച്ചു പോകാത്ത എന്തുകൊണ്ടും നന്നായെന്ന് ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായി. മാൾട്ടയിലുള്ളവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നടക്കാൻ മടിയില്ലാത്തവരാണെങ്കിൽ ഈ സ്ഥലം പോയി കാണാൻ ഞാൻ പറയും കേട്ടോ. പിന്നെ അതിലേക്ക് തിണ്ട് കിടന്നപ്പോഴേക്കും തന്നെ ബാക്കിയുള്ളവരെ കണ്ടു കിട്ടി. അവരെ കണ്ടതും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ചേട്ടന്മാരുടെ വക അടുത്ത സർപ്രൈസ്. പിന്നെ ആ കേക്ക് മുറിച്ച് കുറേ ഫുഡും കഴിച്ച് ഒത്തിരി നേരം ഡാൻസും കളിച്ച് ആ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു.